ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു നോർമൽ ഡേ. ഓക്കെ, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. മിഡ് ക്യാപ്പ് നിഫ്റ്റി ആണെങ്കിൽ നമ്മളെ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി. ആദ്യം ഗ്യാപ്പ് ഓപ്പണിംഗ് ഒന്ന് താഴേക്ക് ഇറങ്ങി ബുള്ളിഷ് റെഫറൻസ് സപ്പോർട്ട് എടുത്ത് ഫസ്റ്റ് ടാർഗറ്റ് വന്നു. തിരിച്ച് വീണ്ടും താഴെ ബുള്ളിഷ് റെഫറൻസ് കൂടി താഴേക്ക് ഇറങ്ങിയ ശേഷം തിരിച്ച് വീണ്ടും ബുള്ളിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ്. ശരിക്കും പറഞ്ഞാൽ ബുള്ളിഷ് റെഫറൻസിന്റെ ട്രേഡാണ് മിഡ് ക്യാപ്പിൽ ആക്റ്റീവ് ആയത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും സെയിം ബുള്ളിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി. സെക്കൻഡ് ടാർഗറ്റ് അവിടെ വരെ തിരിച്ചിറങ്ങി ബുള്ളിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് ഇറങ്ങി വീണ്ടും തിരിച്ച് കയറി ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി. ചുരുക്കി പറഞ്ഞാൽ അതേ സെയിം മിഡ് ക്യാപ്പിനെ പോലെ ബുള്ളിഷ് റെഫറൻസ് ടു R1 ട്രേഡാണ് ബാങ്ക് നിഫ്റ്റിക്കും കിട്ടിയത്. നിഫ്റ്റിക്കും സെയിം ആദ്യം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഫസ്റ്റ് ടാർഗറ്റ് ഓപ്പൺ ചെയ്തു, താഴേക്ക് ഇറങ്ങി ഇവിടെ ഒരു ട്രേഡ് കിട്ടി, തിരിച്ച് കയറി ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി, അതിന് മുകളിൽ സെക്കൻഡ് ടാർഗറ്റ് കിട്ടി, താഴേക്ക് ഇറങ്ങി ബുള്ളിഷ് റെഫറൻസ് പൊട്ടി, അവിടെ നേരെ POCയിലേക്ക് വന്നു, അവിടെ തിരിച്ച് ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ ബുള്ളിഷ് റെഫറൻസ് ടു R1 ട്രേഡാണ് നമ്മുടെ ഏതിലും കിട്ടിയിട്ടുള്ളത്, മിഡ് ക്യാപ്പിൽ നിഫ്റ്റിയിലും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ബുള്ളിഷ് റെഫറൻസ് ടു R1 ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു നമ്മുടെ മാർക്കറ്റിൽ ഇന്നുണ്ടായിരുന്നത്. നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ മാർക്കറ്റ് പൊതുവേ ആ ഒരു റേഞ്ച് ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിഫ്റ്റി ഒരു ഗ്യാപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു. മിഡ് ക്യാപ്പും ആ ഗ്യാപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ. സോ നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ ഒരു മിഡ് ക്യാപ്പിന്റെ ലെവൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു ന്യൂട്രൽ ഡേ ആണ്. രണ്ട് സൈഡിലും ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് IBയുടെ അകത്ത് ക്ലോസ് ചെയ്ത പക്ക ഒരു ബാലൻസ്ഡ് ഡേ അല്ലെങ്കിൽ ന്യൂട്രൽ ഡേ, ഡി ഷേപ്ഡ് പ്രൊഫൈലൊക്കെയാണ് ന്യൂട്രൽ ഡേ എന്ന് വേണമെങ്കിൽ പക്ക ന്യൂട്രൽ ഡേ ആണ്. POC വന്നിരിക്കുന്ന 14,047 ഭാഗത്താണ് ഈ POC വന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 14,047 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവരുന്നു. 14,047 ഭാഗത്തേക്ക് POC കൊണ്ടുവരുന്നു. നമുക്കിനി നോക്കേണ്ടത് നമ്മളെ ബുള്ളിഷ് റെഫറൻസിന് ഒരു ചേഞ്ചസ് ഉണ്ട്, ചെറുതായിട്ട് ചേഞ്ചസ് ഉണ്ട്. ബുള്ളിഷ് റെഫറൻസ് ഇന്നത്തെ ഹൈക്ക് മുകളിൽ, അതായത് 14,100 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. അത്രയാണ് 14,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,140 ഭാഗത്തേക്ക് വരാം, 14,140 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,185 ഭാഗത്തേക്ക്, എത്രയാണ് 14,185, 14,185 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,210, 14,210 ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ടാർഗറ്റ്സ് സൂക്ഷിക്കുക. 14,100 മുകളിൽ സസ്റ്റെയിൻ നിങ്ങൾ മാത്രമേ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അത് അങ്ങനെയാണെങ്കിൽ 14,140, 185, 210 ഭാഗത്തേക്ക് വരാം. ഇനി ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാൻ ഇനി 13,935 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കും. ഇന്നലത്തെ വാല്യൂ ഏരിയ ലോയ്ക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ബെയറിഷ് റെഫറൻസ് ഉണ്ടെങ്കിൽ എടുക്കും. സോ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,890 ഭാഗത്തേക്ക്, എത്രയാണ് 13,890 ഫസ്റ്റ് ടാർഗറ്റ്. 13,890 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് 830, തേർഡ് ടാർഗറ്റ് 796 ഭാഗത്തേക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും റെഫറൻസ്, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ താഴേക്ക്. ബാക്കിയെല്ലാം സെയിം റെഫറൻസ് ലെവൽ തന്നെ ആക്ട് ചെയ്ത് വരും. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. നിങ്ങൾ ഈ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി പക്ക ഒരു റെഫറൻസ് ലെവലുകൾ മീറ്റ് ചെയ്ത് പോയൊരു ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയെ മിഡ് ക്യാപ്പിനെ പോലെ തന്നെ ന്യൂട്രൽ ഡേ ആണ്, രണ്ട് സൈഡിലും ബ്രേക്ക് വന്ന് ന്യൂട്രൽ ഡേ ആയിട്ട് അവസാനിച്ചു. POC വന്നിരിക്കുന്ന 59,701 ഭാഗത്തൊക്കെയാണ് POC വന്നിരിക്കുന്നത്. 59,771, എത്രയാണ് 701, 59,701 ഭാഗത്തേക്ക് POC ഞാൻ ഒന്ന് മുകളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഹൈ അല്ലെങ്കിൽ 59,820, 59,820 മുകളിൽ മാത്രമേ ഞാനൊരു 820 അല്ല 59,870, 870 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് അവിടെയാണ്. സോ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചുള്ള ലെവലാണ്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 59,000, 60,000 എന്ന് പറഞ്ഞാൽ ആ ഒരു ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 60,121 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 60,289, 60,289 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ 60,000-നും 59,870 മുകളിൽ മാത്രമേ ഇനി ബൈ ഉള്ളൂ. ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോവർ അല്ലെങ്കിൽ
190 താഴെ 59,000 ബെയറിഷ് റെഫറൻസ് സെയിം ലെവലാണ്. 59,200 താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 59,026, 58,949, 58,750 ഭാഗത്ത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വരെയാണ് ഇന്നലത്തെ പ്രൊഫൈലിലെ ബി ഷേപ്പിന്റെ ഭാഗത്തേക്കൊക്കെ വരെയാണ് ഈ ഒരു എൻട്രി 59,400 ഭാഗത്തേക്കൊക്കെ വരെയാണെങ്കിൽ ഒരു ഡിപ്പ് ബൈയിങ് ആണ് ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. സെയിം മിഡ് ക്യാപ്പിനും അതേപോലെ 13,935 ഭാഗത്തേക്ക് വരെയാണെങ്കിൽ ഒരു ഡിപ്പ് ബൈയിങ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ ഡേ ആണ്. കൃത്യം പി ഒ സിയുടെ ഭാഗത്തേക്ക് ക്ലോസ് ചെയ്തു. പി ഒ സിയുടെ ഭാഗത്ത് നിന്ന് കൃത്യം പി ഒ സിയുടെ ഭാഗത്തേക്ക് അവൻ ക്ലോസ് ചെയ്തു. പി ഒ സി വന്നിരിക്കുന്നത് 26,223 ഭാഗത്താണ് പി ഒ സി. ഇപ്പൊ ഞാൻ ആദ്യം ഒന്ന് ഇന്നലത്തെ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്ത് നിന്ന് പി ഒ സി 26,223 ഭാഗത്തേക്ക് പി ഒ സി വന്നിട്ടുണ്ട്. ഇനി ഫ്രഷ് ബൈ നിഫ്റ്റി പുതിയൊരു ആൾ ടൈം ഹൈ അടിച്ച ദിവസമാണ്. അപ്പൊ ഇനി നമുക്ക് ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹൈ അല്ലെങ്കിൽ 26,320 മുകളിൽ 26,320 മുകളിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 26,355. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 26,396. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 26,430. 26,430. ഇതാണ് ഞാൻ 26,400 വരുമെന്ന് ചോദിച്ചാൽ ആൻസർ നിങ്ങൾക്ക് കിട്ടും. 320 മുകളിൽ നിൽക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അവൻ ആ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 26,080 അല്ലെങ്കിൽ 26,071 താഴെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. എത്രയാണ്? നിഫ്റ്റിയിൽ ബെയറിഷ് റെഫറൻസ് മാറ്റി 26,071 താഴെ, ഇന്നത്തെ ബി പീരീഡിന്റെ ലോയ്ക്ക് താഴെ നമുക്ക് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 26,033 ഭാഗത്തേക്ക് വരാം. ബിയുടെ ഭാഗത്ത് ഒരു സപ്പോർട്ട് ഉണ്ടാകാം. 26,033 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,990 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 25,940 ഭാഗത്തേക്കും നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇന്ന് ഞാൻ അധികം പറയുന്നില്ല, കാരണം എൻ്റെ മൈഗ്രെയിൻ്റെ ഇഷ്യൂ അല്ല, എനിക്ക് സൈനസിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്ത് കുറച്ച് ഇഷ്യൂസ് നിൽക്കുന്നുണ്ട്. കാരണം എനിക്ക് നല്ല ഹെവി ഹെഡേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക, ലെവല് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. മെന്ററിംഗിന്റെ ബാച്ച് December 2020 തുടങ്ങാൻ പോകുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തമ്മിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.